12ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് അഞ്ജലിയുടെ അടുത്ത് ഒരു പയ്യൻ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. കുറേ നാൾ കാത്തിരുന്നിട്ട് അഞ്ജലി തിരിച്ചു പറഞ്ഞു, എനിക്കും ഇഷ്ടമാണ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ അഞ്ജലി. അഞ്ജലി, ഇപ്പം നമ്മൾ ഈ രാത്രിയൊക്കെ ഇരുന്ന് സംസാരിക്കില്ലേ, എത്ര നേരം സംസാരിക്കായിരുന്നു? ടൈമൊന്നും എനിക്കറിയില്ല. തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴേലും തീരും. എപ്പോഴും സംസാരിക്കില്ല. ചിലപ്പോൾ തന്നെ ഈ ഫോൺ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ലാൻഡ് ഫോണിനാവും വിളി. ബില്ല് വരുമ്പോ കണ്ടുപിടിക്കത്തില്ലേ? ബില്ല് വരുമ്പോ കണ്ടുപിടിക്കും, പക്ഷെ ഞാന് കള്ളത്തരം പറയും. രാത്രി വിളിക്കാറുന്നെല്ലാം പറയും. അധികം ഞാൻ ഫ്രണ്ട്സിനെ വിളിക്കുള്ളൂ. കള്ളത്തരം പറഞ്ഞാലേ നടക്കുള്ളൂ ഫോൺ വിളി. പക്ഷെ നല്ല ബില്ല് വരില്ലേ മണിക്കൂറിലൂടെ? പക്ഷെ ലാൻഡ് ഫോണിൽ അധികം സംസാരിക്കാറില്ല, മൊബൈലിലാവും. ഇങ്ങോട്ട് വിളിക്കുക ചെയ്യണം. ഞാൻ മിസ് കോൾ അടിച്ചോടും, ഇങ്ങോട്ട് വിളിക്കും. ഞാൻ അങ്ങോട്ട് സംസാരിക്കില്ല. നമ്മുടെ കാശവിടെ പോയിട്ടില്ല. ഇല്ല. നിങ്ങൾ ആദ്യമായിട്ട് പുറത്തു പോയത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഇപ്പൊ പറയണ്ട, ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം പറഞ്ഞാൽ മതി. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്. മനോഹരമായ പ്രണയഗാനങ്ങളും പ്രണയ സന്ദേശങ്ങളും നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെയുണ്ട് അഞ്ജലി. അഞ്ജലി ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ആളുടെ പുറത്തു പോയ എപ്പോഴായിരുന്നു? പുറത്തു പോയത് ടൗണിൽ പോയി, ഐസ്ക്രീം ബാറിൽ പോയി ഐസ്ക്രീം കഴിച്ചാണ് ആദ്യമായിട്ട് പോയത്. ടെൻഷൻ ഇല്ലായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് പോയില്ല, ആരെങ്കിലും കാണുന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല? ടെൻഷൻ കാരണം അധികം കഴിച്ചില്ല, അത്ര തന്നെ. ആരാ ഐസ്ക്രീം കഴിക്കാൻ വിളിച്ചത്? അഞ്ജലിയാണോ അതോ കക്ഷിയാണോ? കക്ഷി എന്നെ വിളിച്ചത്. അപ്പൊ പറഞ്ഞില്ലേ ഞാൻ വരില്ല? ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, എനിക്ക് പേടി, ആരും കാണും. ടെൻഷൻ അടിക്കണ്ട, ഒന്നും ആരും കാണില്ല പറഞ്ഞു. പേടിച്ചിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് ആരെങ്കിലും കണ്ടോ? ഇല്ല, ആരും കണ്ടില്ല. അന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തി. പിന്നെ അങ്ങോട്ട് നെഞ്ചടിക്കായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ആളെ കാണാൻ പോകുമ്പോ എന്തൊരു ടെൻഷനല്ലേ? എത്ര ഉടുപ്പ് മാറി ഇട്ടു അന്ന്? അങ്ങനെയൊന്നുമില്ല, അധികമൊന്നും മാറി. 2-3 നോക്കി സ്യൂട്ടാതിട്ടു. 4ാമത്തെ ഡ്രസ്സിൽ സെറ്റിൽ ചെയ്തു. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ അഞ്ജലിയുടെ ലവ് സ്റ്റോറി. റേണുവിന്റെ സ്റ്റോറി ഒരിക്കൽ വരും. Till then, stay tuned for ടൺ കണക്കിന് റൊമാൻസ്. ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ അഞ്ജലി. അഞ്ജലി എന്ന് ആദ്യമായിട്ട് വഴക്കുണ്ടാക്കിയ? അത് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. കുറേ പ്രാവശ്യം വിളിച്ചു, മെസ്സേജും ചെയ്തു, അറ്റൻഡ് ചെയ്തില്ല. എനിക്കൊരു ദേഷ്യം വന്നു. പിന്നെ അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു എന്നെ വിളിക്കണ്ട, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ട് എന്താ എടുക്കാത്ത എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പണങ്ങി. നീ മിണ്ടണ്ട, ഞാൻ വിളിക്കില്ല പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ, ഭയങ്കര സങ്കടം തോന്നി. ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ചു. എങ്ങനെ ഇട്ടിട്ട് പോയാലും അങ്ങനെ ടെൻഷൻ, അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിച്ചു. നമുക്ക് ഈ റിലേഷൻഷിപ്പിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഒത്തിരി പേടി വരും എന്ന് പറയുന്നത് ശരിയല്ലേ? അതെ. പേടി എന്ത് പേടിയാ? അത് ശരിയാ. ഞാനിങ്ങനെ വഴക്കുണ്ടാകും വിട്ടിട്ട് പോകുന്ന എനിക്ക് പേടിയാ. അവിടെ ഞാൻ തന്നെ അങ്ങോട്ട് ചെന്ന് സോറി പറയും. പക്ഷെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വഴക്ക് സ്നേഹ കൂടുതലെന്നല്ലേ വരുന്നത്? സ്നേഹമുള്ളിടത്തല്ലേ വഴക്കുള്ളൂ. അപ്പൊ നമ്മൾ വഴക്ക് സോൾവ് ചെയ്യുന്ന കുട്ടിയുമായിരുന്നു. അതെ. നമ്മൾ തന്നെ തിരിച്ചു വിളിക്കും. അതെ. എന്നാ പിന്നെ വഴക്ക് ഉണ്ടാക്കാതിരുന്നൂടെ? വഴക്ക് ഓൾറെഡി ഇങ്ങനെ പറഞ്ഞത്, ഞാൻ എന്താ ചെയ്യാ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ പ്രണയിക്കുന്ന എല്ലാവരോടും പറയാം, ഇവിടെ കുറേ പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, സോറി പറയുമോ ലവറിൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞ്. അതെ, സ്നേഹ കൂടുതൽ കൊണ്ടാണ് വഴക്കുണ്ടാവുന്നത്. അവിടെ നമ്മൾ വലിയ സോറി ഒന്നും പറയേണ്ട കാര്യമില്ല, മറ്റേ ആൾ തന്നെ അഞ്ജലിയുടെ പോലെ തിരിച്ച് വിളിക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലവ് ബൈറ്റ്സിൽ റീനു ആൻഡ് അഞ്ജലി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സോങ്. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ഒരു പ്രണയത്തിൽ ഏറ്റവും വലിയ ടെൻഷൻ വരുന്നത് അത് വീട്ടിൽ നിന്ന് പിടിക്കുന്നൊരു സിറ്റുവേഷനിലാണ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ അഞ്ജലി. അഞ്ജലി 3 വർഷം എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ നിന്ന് പൊക്കി കാണും. പല തവണ പൊക്കിയിട്ടുണ്ട്. ഒരേ ആളുടെ വെച്ചിട്ട്? അല്ല, ഡെഫിനറ്റ്ലി ആണല്ലോ, ഞാൻ ഒരു മണ്ടിയാണല്ലോ. അഞ്ജലി എന്നിട്ട് എങ്ങനെയാ? എന്നിട്ട് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ പറയും നീ കാണും ചെയ്യരുത്, മിണ്ടും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ശരി ഞാൻ അങ്ങനെ കാണില്ല, വിളിക്കില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ വിളിക്കാതിരിക്കില്ല. ദിവസവും വിളിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, എന്തോ ഭയങ്കര വിഷമം. അപ്പൊ വീട്ടുകാരെ പറ്റിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ പറയുന്നത്? ഇനി ഒരിക്കലും വിളിക്കില്ല അച്ഛാ, ഇനി ഒരിക്കലും വിളിക്കില്ല അമ്മ, അങ്ങനെയാ? അങ്ങനെ പറഞ്ഞു. ഞാൻ സത്യം ഞാൻ ഒരിക്കലും വിളിക്കില്ല, കാണില്ല. കുറെ കരഞ്ഞു ആക്ട് ഒക്കെ ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷെ പിന്നെ പിടിക്കുമ്പോ നാണക്കേടല്ലേ? പിന്നെ പിടിക്കുന്ന സാഹചര്യം വന്നിട്ടില്ല. 2-3 പ്രാവശ്യം അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടു. പിന്നെ വന്നിട്ട് നമ്മള് അങ്ങനെ മുന്നോട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് നീങ്ങി, ഇനി പിടിക്കരുത്. പിന്നെ ഞാൻ 12th കഴിഞ്ഞപ്പോൾ സ്കൂളൊക്കെ മാറി, ഞാൻ വേറെ സ്ഥലത്തേക്ക് എത്തി. അപ്പൊ കാണാനും പറ്റില്ല, അധികം മീറ്റ് ചെയ്യാൻ പറ്റില്ല.
പിന്നെ ചാറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷൻ. ഓക്കെ, അകന്നിരിക്കുന്നവർക്ക് ചാറ്റിംഗ് ഒരു വഴിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പക്ഷെ അതിനു മുന്നേ വി ഹാവ് എ ബ്യൂട്ടിഫുൾ സോങ് വെയിറ്റിംഗ് ഫോർ റീനു ആൻഡ് അഞ്ജലി. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ എനിക്ക് അഞ്ജലിനെ ഒന്ന് പൊരിക്കാനുണ്ട്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.